ഹായ് ഗായ്സ്, ഗിലിബ്രോ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 6 വാശിയേറിയ വോട്ടിംഗ് പോരാട്ടത്തിന് അന്തിമഘട്ടത്തിലേക്ക് അടുത്തിരിക്കുകയാണ്. നമ്മളിന്ന് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോട് വോട്ടിംഗ് റിസൾട്ടാണ് നോക്കാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ 9 പേരാണ് ഇത്തവണ നോമിനേഷൻസ് ഉള്ളത്. കഴിഞ്ഞ ആഴ്ചത്തെ അതേ നോമിനേഷൻ തന്നെയാണ് ഇത്തവണ. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ചത്തെ വോട്ടിംഗ് തുടർച്ചയാണ് ഇത്തവണ. അതുകൊണ്ട് തന്നെ ഇത്തവണ ചിലപ്പോൾ 2 അതിലധികമോ മത്സരാർത്ഥികൾ പുറത്തു പോകാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നാളെ ഉച്ചയോടുകൂടി ഷൂട്ടിംഗ് കഴിയുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമായ വിവരം ലഭിക്കും. ആരാണ് പുറത്തു പോകുന്നതെന്ന് അത് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അതിനായിട്ട് നമ്മുടെ ചാനൽ സന്ദർശിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവേത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഏതായാലും ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോട് വോട്ടിംഗ് റിസൾട്ടിൽ 1-ാം പൊസിഷൻ അത് ജിൻഡോ തന്നെയാണ്. മറ്റുള്ള മത്സരാർത്ഥികളിൽ നിന്ന് ബഹുദൂരം മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജിൻഡോ ഇപ്പോൾ 4,50,100 വോട്ട് നേടി 1-ാം പൊസിഷനിൽ സേഫായി നിലകൊള്ളുന്നുണ്ട്. 2-ാം പൊസിഷനിൽ അഭിഷേക് ശ്രീകുമാറാണ് 4,03,566 വോട്ട് നേടി 2-ാം പൊസിഷനിൽ സേഫായിട്ട് തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ് അഭിഷേക് ശ്രീകുമാർ. 3-ാം പൊസിഷനിൽ ഋഷിയാണ് തുടർന്ന്. ഋഷിയും നല്ല രീതിയിലുള്ള ഒരു വോട്ടിംഗ് മുന്നേറ്റം നടത്തിയ ഒരു ആഴ്ചയായിരുന്നു ഈ ആഴ്ച. 3,98,201 വോട്ട് നേടി 3-ാം പൊസിഷനിൽ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ് മുടിയനായിട്ടുള്ള ഋഷി. 4-ാം പൊസിഷനിൽ ഇപ്പോഴും ശ്രീതു തന്നെയാണ് തുടരുന്നത്. 3,29,605 വോട്ട് നേടി ശ്രീതു 4-ാം പൊസിഷനിൽ തന്നെ തുടരുകയാണ്. ബിഗ് ബോസ് ഹൗസിലെ സേഫ് കളി പോലെ തന്നെ ഇവിടെയും സേഫായി തന്നെ നിലകൊള്ളുന്നുണ്ട്. 5-ാം പൊസിഷനിൽ അൻസിബയാണ് കയറി വന്നിരിക്കുന്നത്. അൻസിബ അട്ടിമറി മുന്നേറ്റം നടത്തിയാണ് 5-ാം പൊസിഷനിൽ കയറി വന്നിരിക്കുന്നത്. നോറയെ അട്ടിമറിച്ചുകൊണ്ട് 5-ാം പൊസിഷനിൽ കയറി വന്ന അൻസിബ ഇപ്പോൾ 3,25,306 വോട്ട് നേടി 5-ാം പൊസിഷനിലാണ്. 6-ാം പൊസിഷനിൽ നോറയാണുള്ളത്. നോറ ചെറിയൊരു വോട്ടിന്റെ വ്യത്യാസത്തിലാണ് തള്ളപ്പെട്ടിരിക്കുന്നത്. നോറയുടെ ബിഗ് ബോസ് ഹൗസിൽ പ്രകടനത്തെ ആസ്പദമാക്കിയാണ് ഇപ്പോൾ വോട്ടിംഗ് കുറഞ്ഞിരിക്കുന്നത്. 3,25,007 വോട്ട് നേടിയാണ് 6-ാം പൊസിഷനിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിട്ട് നോറ നിൽക്കുന്നത്. 7-ാം പൊസിഷനിൽ ശ്രീരേഖ തന്നെയാണ് തുടരുന്നത്. ശ്രീരേഖ ഏകദേശം സേഫാണെന്ന് പറയാം. 3 പേർ പുറത്തായില്ലെങ്കിൽ ശ്രീരേഖ ഏകദേശം സേഫായി തന്നെ തുടരുമെന്ന് തോന്നുന്നു. 3,10,600 വോട്ട് നേടിയാണ് ശ്രീരേഖ ഇപ്പോൾ 7-ാം പൊസിഷനിലുള്ളത്. 8-ാം പൊസിഷനിൽ ശരണ്യ തന്നെയാണ് തുടരുന്നത്. ശരണ്യ ഒരു ഘട്ടത്തിൽ ലാസ്റ്റിൽ നിന്ന് മുന്നോട്ട് കയറി വരികയാണ് ചെയ്തത്. ഇപ്പോൾ 3,09,450 വോട്ട് നേടി ശരണ്യ ഏകദേശം ഒരു ഡേഞ്ചർ സോണിൽ തന്നെയാണ്. എന്നാലും വരും മണിക്കൂറുകൾ വോട്ടിംഗ് വളരെ നിർണായകമാണ്. 9-ാം പൊസിഷനിൽ ജാൻമണി തന്നെയാണ്. കഴിഞ്ഞ ആഴ്ചത്തെ പോലെ തന്നെ ജാൻമണി തന്നെയാണ് ഇത്തവണയും ലാസ്റ്റ് പൊസിഷൻ. വരും മണിക്കൂറുകളിലെ വോട്ടിംഗ് വളരെ നിർണായകമാണ് ജാൻമണിക്ക്. ഇപ്പോൾ 3,07,689 വോട്ട് നേടി ശരണ്യമായി ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ജാൻമണി.